എറണാകുളം കുന്നത്തുനാട് കൂട്ടത്തോടെ പട്ടികളെ വളർത്തുന്നത് പരിസരവാസികളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുന്നതായി പരാതി. 60 പട്ടികളെയാണ് പത്തനംതിട്ട സ്വദേശി വീണ ജനാർദ്ദനൻ വളർത്തുന്നത്. വീടും കോമ്പൗണ്ടും മറച്ചാണ് പട്ടികളെ വളർത്തുന്നതെന്നാണ് ഇവരുടെ വാദം. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഇവരെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ടേ പ്രശ്നങ്ങളാണ്. അപ്പോൾ തൊട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഇതിന് പറ്റിയൊരു സ്ഥലം. എനിക്ക് കിട്ടാതെ എനിക്ക് മാറാൻ പറ്റില്ല. എനിക്ക് ഇത്രയും പട്ടികളെയും കൊണ്ട് എനിക്ക് 60 ഡോഗ്സ് ഉണ്ട്, ഇവർ പൂച്ചകളുണ്ട്, ഇവരെല്ലാം കൊണ്ട് ഞാൻ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റുമോ? ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ എങ്ങോട്ട് പോയി താമസിക്കും? പിന്നെ ഇന്നലെ ശ്രീനിജൻ MLA നേതൃത്വത്തിൽ വന്നാണ് ഇത് അടിച്ചു പൊളിച്ചത്. ഇവിടെ ഒരൊറ്റ ഡോഗ് പോലും പുറത്തിറങ്ങാത്ത വിധത്തിൽ ഫുള്ള് കവർ ചെയ്ത് ഞാൻ ഫെൻസിങ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഇവിടെ മുഴുവൻ. ഒരു പൂച്ചയ്ക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റില്ല, ഫുള്ള് കവേഡായിരുന്നു. ആ ഗേറ്റ് വരെ ഞാൻ മറച്ചു വെച്ച കാര്യം ആൾക്കാരെ കാണുമ്പോൾ ഇവർ പാനിക്കാവും. ഇന്നിപ്പോൾ ആൾക്കാരെ കണ്ടിട്ടാണ് ഇവർ കിടന്നത്. അവർക്ക് പട്ടികളുടെ ഡ്യൂട്ടിയാണല്ലോ കുരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ അല്ലാതെ ഇവിടുന്ന് ഒരു സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ട്. ആൾക്കാരെ ആരെയും കാണുന്നില്ല. അപ്പോൾ ആൾക്കാർക്ക് പൊതുവേ ഒരു 50% മലയാളികൾക്കും അടുത്ത വീട്ടിലോട്ട് ഇവർക്ക് എത്തിനോട്ടം നടക്കുന്നില്ല. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഇതിൻ്റെയൊക്കെ മറവി അതൊക്കെ നടത്തുന്ന ആൾക്കാർ അങ്ങനെയുള്ള ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും ആ രീതിയിലല്ലല്ലോ. ഞാൻ ഇവരോട് ഇന്നലെ ഇതേ പറഞ്ഞുള്ളൂ, നിങ്ങൾ റൂറൽ SP വിളിച്ചു, ഇങ്ങനെ ഇവിടെ പ്രശ്നം സ്ഥിരമായിട്ടുണ്ടായപ്പോൾ വിളിച്ചപ്പോൾ SP ഓഫീസിൽ നിന്ന് എനിക്ക് തന്ന ഇൻഫർമേഷൻ, നിങ്ങൾ ആരെയും അനുവാദമില്ലാത്ത കാര്യം വരുന്നവരെ എനിക്ക് ഇവിടെ കയറ്റി ഇന്നലെ തന്നെ ഇത്ര അക്രമം നടന്ന പോലെ കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു 2 മാസത്തിൽ താഴെയായിട്ട് രാത്രി കാലങ്ങളിൽ ഇവർ ഒരു വണ്ടിയിൽ പട്ടികളെ കൊണ്ടുവരും. വന്നപ്പോൾ കുറച്ച് പട്ടികളുണ്ടായുള്ളൂ. ഇപ്പോൾ ഒരു 10-60 പട്ടിയുടെ അടുത്തുണ്ട്. നിങ്ങൾക്ക് കേൾക്കാമല്ലോ, ഒച്ച കേൾക്കാമല്ലോ, പട്ടി കുറയ്ക്കുന്ന സൗണ്ട് കേൾക്കാമല്ലോ. അപ്പോൾ രാത്രി കാലങ്ങളിൽ കൊണ്ടുവരും. ഇതിൻ്റെ ഷീറ്റിൻ്റെ മുകളിൽ മാങ്ങയാടുമ്പോൾ നാട്ടുകാർ കല്ല് വെച്ചെറിയണമെന്ന് പറഞ്ഞാൽ അവരെ ചീത്ത വിളിക്കൽ, പിന്നെ ഭയങ്കര ദുർഗന്ധം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾക്ക് ഇവിടെ മൊത്തം ദുരിതപൂർണ്ണ ഒന്നും വേണം. ഒന്നാമത്തെ പട്ടികളുടെ കുറേ അയൽവക്കത്തുള്ള പിള്ളേർക്കൊന്നും ഇപ്പോൾ പരീക്ഷ കാലമാണ്, പഠിക്കാൻ പറ്റില്ല. തന്നെയാണ് ഞങ്ങൾക്ക് അഹമ്മദ് മുജ്തബ വിശദാംശങ്ങൾ നൽകും. മുജ്തബ, ഈ 60 പട്ടികൾ ഒന്നിച്ചു കുരക്കാൻ നിന്നാൽ തന്നെ സ്വാഭാവികമായും പ്രദേശവാസികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, തർക്കമില്ല. അപ്പോൾ ഈ 60 പട്ടികൾ ഇവർ ഈ വിൽപ്പനയ്ക്ക് വേണ്ടിയാണോ ഈ പട്ടികളെ വളർത്തുന്നത്? ഇപ്പോൾ ഈ പ്രദേശവാസികളൊക്കെ ഏത് തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടാണ് പറയുന്നത്? ഇതിനോട് എന്ത് ആക്ഷനായിരിക്കും ഒരു പക്ഷേ ഒരു പരാതിയൊക്കെ ആയി വരുമ്പോൾ പോലീസിന് എടുക്കാൻ കഴിയുക? സൈഫുദ്ദീൻ, നമ്മളിപ്പോൾ ഉള്ളത് ആ വീട്ടിലാണ്. എനിക്ക് തൊട്ടുപുറകിൽ കാണുന്ന ഈ വീട്ടിലാണ് പത്തനംതിട്ട സ്വദേശി വീണ ജനാർദ്ദനൻ. അവർ പറയുന്നത് പ്രകാരം അവരൊരു ഡോഗ് റെസ്ക്യൂവറാണ്. നിരവധിയായ പട്ടികളെ ഇങ്ങനെ ചികിത്സയും അതോടൊപ്പം തന്നെ ഭക്ഷണവും ഒക്കെ കൊടുത്ത് പട്ടികളെ സംരക്ഷിക്കുന്ന ഒരാളാണ്. അവർ പറയുന്നത് പ്രകാരം അവർ വരുന്ന സമയത്ത് കുറച്ച് പട്ടികളുണ്ടായിരുന്നു. പിന്നീട് പലരും അവരെ ഏൽപ്പിച്ചു പോയ കുറേയധികം പട്ടികളുണ്ട്. അതിനിങ്ങനെ ഈ വീട് അവർ വാടകയ്ക്കെടുത്ത് താമസിക്കുമ്പോൾ ഉടമയോട് തന്നെ സംസാരിച്ച് അത് അഗ്രിമെൻ്റ് ഉണ്ട്. അവർ ഉടമ കൂടി സമ്മതിച്ച ശേഷമാണ് ഇത്തരത്തിൽ പട്ടികളെ ഇവിടെ കൂട്ടമായി വളർത്താൻ തുടങ്ങിയത് എന്നുള്ളതാണ്. എന്തായാലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. അവർ പഞ്ചായത്തിനെ സമീപിച്ചിരുന്നു. ഇതിങ്ങനെ അവരുടെ സ്വൈര ജീവിതത്തിന് വലിയ പ്രശ്നമുണ്ട്, അതോടൊപ്പം തന്നെ വലിയ ദുർഗന്ധമുണ്ട്. ഒപ്പം തന്നെ ഈ നായ്ക്കൾ ഇങ്ങനെ കുരയ്ക്കുമ്പോൾ കുട്ടികൾക്കുൾപ്പെടെ വലിയ പ്രശ്നമുണ്ട്. സമീപവാസികൾക്ക് അവരുടെ സ്വൈര ജീവിതത്തിന് വലിയ പ്രശ്നമുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ നിരവധി തവണ പഞ്ചായത്തിനോടൊക്കെ പറഞ്ഞിരുന്നു. ഇന്നലെ ഇത് വലിയ പ്രതിഷേധത്തിലേക്ക് പോയി. അപ്പോഴാണ് PV ശ്രീനിജൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്തെത്തുകയും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയി. അവർ നേരത്തെ ഉന്നയിച്ചതുപോലെ ഈ കവർ ചെയ്ത ഷീറ്റ് ഉൾപ്പെടെ ഇന്നലെ തകർക്കപ്പെട്ടു എന്നതുൾപ്പെടെയാണ് ഈ വീണ ജനാർദ്ദനന്റെ പരാതി. പക്ഷേ ഈ വീടിന് തൊട്ട് മുമ്പിലുള്ള റോട്ടിൽ നിരവധിയായ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ്. ഇപ്പോൾ ഇന്നലെ RDO ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തിയിരുന്നു. RDO ഇതിൻ്റെ ഒരു തൽസ്ഥിതി റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. ജില്ലാ കളക്ടറാണ് ഇനി അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, RDO ഉൾപ്പെടെ ഈ വീട്ടിനകത്തേക്ക് ഇന്നലെ കയറി പരിശോധിക്കാനുള്ള ഒരു സാഹചര്യം പലതവണ ഇവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടും അവരത് കൂട്ടാക്കിയില്ല എന്നതുൾപ്പെടെയുള്ള പരാതി നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്നുണ്ട്. നിങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇന്നലെ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായി, പരിശോധിക്കാൻ അകത്ത് കയറാൻ RDO ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചു. എന്താണ് ഇന്നലെ നടന്നത്? ഇന്നലെ RDO വന്നിട്ട് വില്ലേജ് ഓഫീസർ, കുന്നത്താട് MLA, ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവരാരും വന്നിട്ട് ഈ ഗേറ്റ് തുറക്കാൻ സന്നദ്ധരായില്ല. ഇതിന് ഞങ്ങൾക്ക് വ്യാപകമായ സംശയം, ഇതിനകത്ത് വേറെ മയക്കുമരുന്നോ കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നാണ് ഞങ്ങൾക്ക് സംശയമുണ്ട്. രാത്രി കാലങ്ങളിൽ ഇവിടെ വണ്ടി വന്നിട്ട് പല പൊതിക്കെട്ടുകളായിട്ട് പോകുന്നുണ്ട്. ഇത് അവിടുത്തെ CCTV വരെ കണ്ട് CCTV ഇവിടെ ആ വീട്ടിൽ CCTV ഇപ്പോൾ വെച്ചേക്കണതാണ്. ആ CCTVയിൽ നിന്ന് നമ്മൾ കിട്ടിയതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾക്ക് വ്യാപകമായ സംശയമുണ്ട്. ഇന്നലെ
RDO കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഷെൽട്ടറിനെ വേറെ ഏതെങ്കിലും ജനവാസം ഇല്ലാത്ത സ്ഥലത്തിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് നടന്നു കഴിഞ്ഞാലാണ് ഈ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയുള്ളൂ. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്, അസഹനീയമായ സ്മെല്ലാണ്. നിങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും. ഇപ്പോൾ ഇവരോട് പലതവണ സംസാരിച്ചിട്ടുണ്ടോ ഇത് മാറ്റാൻ? അതോടൊപ്പം തന്നെ പഞ്ചായത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടോ? പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തേക്കണാണ്. ഇപ്പോൾ പഞ്ചായത്ത് ഒരു പശു ഫാം നടത്തുന്നവരും പെർമിറ്റ് പെർമിറ്റ് കൊടുക്കാതെ ഇതിന് വളർത്താൻ കഴിയില്ല. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ 40ഓളം പട്ടികളെ ഇവിടെ വളർത്താൻ 42ഓളം പട്ടികളെ ഇവിടെ വളർത്തുന്നതിന് അതിന് ഒരു അനുമതി ഇല്ലാതെ വളർത്തുകയാണ്. ഇതിന് സ്റ്റോപ്പ് മെമ്മോ 2.5 ആഴ്ചയായിട്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തേക്കണാണ്. അതിന് ഒരു നടപടിക്രമം അവർക്ക് കൊടുത്തിട്ട് അവരത് പാലിച്ചിട്ടില്ല. എന്തായാലും സൈഫുദ്ദീൻ, ഏറ്റവും പ്രധാനപ്പെട്ട 2-3 പ്രശ്നങ്ങളാണ്, കൺസേൺസ് ആണ് നാട്ടുകാർ പറയുന്നത്. ഒന്ന്, അവരുടെ സ്വൈര ജീവിതത്തിന് തടസ്സമാകുന്ന ഇതിന്റെ രൂക്ഷമായ ദുർഗന്ധം. ഒപ്പം തന്നെ ഈ പട്ടികൾ ഇങ്ങനെ കുരയ്ക്കുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒപ്പം തന്നെ അവരുന്നയിക്കുന്ന ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അത് എന്തായാലും അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളാണ് അത് കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ചുകൂടി രൂക്ഷമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കുന്നത്തുനാട് പോലീസ് സംഭവ സ്ഥലത്തുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധങ്ങളിലേക്ക് നാട്ടുകാരും ഈ ശരി മുജ്തബ, ഞങ്ങളുടെ പ്രതിനിധി അവിടെ എത്തി മനസ്സിലാക്കിയതനുസരിച്ച് ഇവരൊരു ഡോഗ് റെസ്ക്യൂവർ ആണ്. ഈ വഴിയിലൊക്കെ പരിക്കേറ്റ് കിടക്കുന്ന പട്ടികളെയും ഒപ്പം ആളുകൾ അവരെ കൊണ്ട് ഏൽപ്പിക്കുന്ന പട്ടികളുമൊക്കെ ഉണ്ട്. അതിനൊക്കെ പരിക്കുകളുള്ള പട്ടികളെയൊക്കെ ശുശ്രൂഷിച്ച് അത് പരിക്കുകൾ മാറ്റി ഒരു റെസ്ക്യൂ ചെയ്ത് മാറ്റിയെടുക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഇപ്പോൾ ഇവർ നടത്തുന്നത്. അതുകൊണ്ട് അവരുടെ ഭാഗത്തും ശരിയുണ്ട്. ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് അവരുടെ സ്വൈര്യ ജീവിതത്തിന് വിഘാതമാവുന്നു എന്നുള്ളതാണ്. ഇതിലിപ്പോൾ പോലീസ് എന്ത് നടപടി എടുക്കുന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. മുസ്തഫയാണ് വിശദാംശങ്ങൾ നൽകിയത്.